ഹലോ ഗൈസ്, രാവിലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവൂലേ, നമ്മളെ സിറ്റിയിൽ പുതിയതായിട്ട് വന്ന നമ്മളൊരു ഫ്രണ്ടാണ്. ഓൻ ചെറുതായിട്ട് കാർ വർക്ക്ഷോപ്പുകാരനാണ് ഗൈസ്. ഓന് നമ്മളോട് രാവിലെ ഓൻ്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലോട്ടല്ല, ഓനൊരു ലൊക്കേഷൻ വിട്ടുതന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഈ സിറ്റിയിൽ തന്നെയുള്ള വലിയൊരു പാർക്കിംഗ് ലോട്ടിലാണ് ഓനുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തിനാണാവോ ഓ 2 ദിവസമായി സിറ്റിയിലോട്ട് വന്നിട്ട് എന്തിനാണാവോ ഓട്ടോ വിളിച്ചത്. നമുക്ക് നേരെ വണ്ടി എടുത്ത് പോയേക്കാം. നമ്മളൊക്കെ ഉള്ളത് ആകെ ഈ വണ്ടിയാണ്, ബൈക്കൊന്നും ഇല്ല. അപ്പം ഈ പുതിയ കാറൊക്കെ എടുക്കണം. എന്തായാലും നമുക്ക് പുതിയ കാറൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഏത് വണ്ടി എടുക്കണം എന്ന്. പിന്നെ എല്ലാവരും ചാനൽ അതിൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. റോഡ് ടു 100K ആണ് നമ്മളെ ഫാമിലി. പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ അടിച്ചേക്ക്. വേറെ 20 likes ആണ് ടാർഗറ്റ് വെക്കുന്നത്. നിങ്ങൾ 10 likes ഒക്കെ ടാർഗറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ എന്തായാലും 20 likes ആണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ചാൽ പൊട്ടിച്ചേക്കും. ഓക്കെ, പക്ഷെ അവിടെ ഉമ്മാതിരി ഇറക്കുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. വണ്ടി പറന്നിട്ടാണ് കേസ് വന്നത്. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ല. വണ്ടി മൊത്തം ചവറായി. ഇനിയിപ്പോൾ എന്താ ചവറാവാളേ, നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ചാടാം. ഇനി എന്തായാലും ഓൻ്റെ അടുത്തേക്കല്ലേ പോകണം. ഓനെ വണ്ടി റിപ്പയർ ആക്കി വെച്ചോളൂ. നമുക്ക് നേരെ ഓൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, വണ്ടി എന്തായാലും ഇനി പോയി, ഇനിയൊന്നും ചെയ്യാല്ല. എന്താ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പം ഇതാണ് അവസ്ഥ. ഇപ്പോൾ കുപ്പിപ്പാട്ടക്കാർ കണ്ടാൽ പോലും വാങ്ങിച്ചോണ്ട് പോകില്ല. അമ്മാതിരി അവസ്ഥ ആയിരിക്കണം വണ്ടിയുടെ. ഗൈസ്, നമ്മളങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, ഇവൻ എന്തിനാണാവോ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മള് വണ്ടി ഇവന്റെ ഗ്യാരേജ് കൊടുത്തില്ല. ഇവന്ന് ഗ്യാരേജ് തുറക്കണില്ല അത്രേ. ഓക്കെ, നമ്മള് വേറെ ഏതോ ഗ്യാരേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് തൽക്കാലത്തേക്ക് ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എടാ, അവൻ എന്താ നീ ഇങ്ങനെ വരാൻ പറഞ്ഞു? എന്തിനാ വണ്ടിയൊക്കെ പിനിക്ക്? ഇന്റെയൊക്കെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. മുണ്ടി ഉണ്ടല്ലോ, വണ്ടി ഇങ്ങോട്ട് തിരിച്ചെന്തിരി പറയണ്. എന്നാലും ഞാൻ പറഞ്ഞോക്ക. ഹലോ വണ്ടി, എന്തൊക്കെ ഉണ്ട്? ആരുടെ പിന്നോട് ചോദിച്ചു? ഈ വണ്ടിയാണ് ഇപ്പൊ നിന്നോട് ചോദിച്ചു. ഈ വണ്ടിയോ? നീ വണ്ടി കയറി, നമുക്ക് റൈഡ് പോവാ. എടാ, ഇനിയിപ്പൊ എനിക്ക് വയ്യ വണ്ടി ഓടിക്കാന്. എടാ, ഇനി നീ വണ്ടി ഒന്നും ഓടിക്കണ്ട. നീ ജസ്റ്റ് അതിനുള്ളിൽ കേറിന്നാ മാത്രം മതി. എന്നാ വന്ന് കേറി. എന്റെ ഉഡായിപ്പളൊക്കെ ഞാൻ പൊക്കും. എടാ ഫ്രാങ്ക്ലിനെ പറഞ്ഞു കൊടുക്ക എവിടെ പോകേണ്ടത്. എടാ, എന്നാ സിറ്റി വരെ പോ. എടാ, വണ്ടി ഇതാ പോയി. നമ്മൾ ഓടിക്കണതല്ലട്ടത്. വണ്ടി ഓട്ടോമാറ്റിക്കേ പോണ്. എങ്ങനെയാ ഇതൊക്കെ? എടാ റൈഡറെ, നിന്നെ സമ്മതിച്ചിട്ടോ ദൂക്ക് കഴിച്ച് നമ്മൾ ഓടിക്കാണ്ട് ഈ വണ്ടി ഓട്ടോമാറ്റിക്കായി പോണ്. അല്ല, ഇവിടെ വഴിയില്ലല്ലോ. അത് തിരിച്ചു പോകുന്നു കൈസ്. വണ്ടി ഏതായാലും വേറെ ലെവൽ തന്നെ. നമ്മൾ വെറുതെ സ്റ്റെയറിംഗ് കൈ വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി തിരിയണതാണ്, അല്ലാണ്ട് ഞാൻ പിടിച്ച് തിരിക്കണതൊന്നല്ല. ഓക്കെ, ഇത് കറക്റ്റ് സിഗ്നലൊക്കെ പാലിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നോക്കി പോകുന്നുണ്ട്. എന്തായാലും ഇന്നാട്ടി പവറായിട്ട് ഓടിക്കുന്നുണ്ട്. റൈഡറെ, എന്നാ പിന്നെ എവിടേക്കാ പോകണ്ടേ? സിറ്റിയിലോട്ട് പോകണ്ടേ? നമുക്ക് എന്റെ വീട്ടിലോട്ട് ഞാൻ ആക്കിയരാം. ഹേ കാർ, റൈഡറിന്റെ വീട്ടിലോട്ട് പോട്ടെ. നീ വണ്ടി സൂക്ഷിക്കാണ്ടൊക്കെ ഓടിക്കണം. നീ റൈഡ് ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക് വെക്കോളൂ. റൈഡറെ, ഹേ കാർ, എന്റെ വീട്ടിലോട്ട് പോട്ടെ. ഗൈസ്, നമ്മളെ വണ്ടി ഇതാ പോണ്. ഞാനിതിൽ വെറുതെ ഇരിക്കാണ് ഗൈസ്. വണ്ടി ഓട്ടോമാറ്റിക്കായി പോണ്. ഏതാല്ലേ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി പോണ വണ്ടി എന്തായാലും തന്ന് നന്നായി. എന്നാലും അവൻ എങ്ങനെ പോലും ഇതൊക്കെ ഉണ്ടാക്കിണ്ടാവുക? ഈ വണ്ടിക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ മാപ്പും അറിയും ഗൈസ്. എവിടേക്ക് വേണമെങ്കിലും പോകും. പിന്നെ ഈ വണ്ടി ചാർജിങ്ങിന് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി പെട്രോൾ അടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. പിന്നെ നൈട്രൊക്കെ വരുന്നുണ്ട്. എന്തായാലും വേറെ ലെവലായിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം പറപ്പിക്കലൊക്കെ പറിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ ഷിൻജാൻ വീട്ടിൽ വെയിറ്റിംഗ് ആവും. അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാറായിട്ട് വരുന്നു. കാർ വേഗം വീട്ടിലോട്ട് പോട്ടെ. അവിടെ നിന്നെ കാണാൻ വേണ്ടിട്ട് ഒരുത്തൻ വെയിറ്റിംഗ് ആണ്. കണ്ട, ഈ കാറിന് ഷിൻജാനൊക്കെ അറിയാം. നമുക്കെന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ആകെ ട്രാഫിക്കാല്ലോ. നമ്മളെ വീട് കൃത്യമായിട്ട് ഈ വണ്ടിക്ക് അറിയാത്ത. ഞാൻ പോലും ഇങ്ങനെ മര്യാദക്ക് വരാറില്ല. ഓക്കെ, വണ്ടി കൃത്യമായിട്ട് ഇവിടെ കൊടുന്ന് പാർക്കിങ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ആയപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കണ്ട. ഏതാല്ലേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഞാൻ എന്തായാലും ഷിൻജാനെ വിളിക്കാം. ഷിൻജാൻ എന്ത് ചെയ്യണാവോ? ഓന് വണ്ടി കണ്ട എന്തായാലും സർപ്രൈസ്. അവിടെ ഷിൻജാൻ ഒന്ന് ഓടി വാടങ്ങോട്ടേക്ക്. എന്താണ് ഫ്രാങ്ക്ലിനൊക്കെ വിളിച്ചത്? ആടാ, ഞാൻ കൊടുന്നേക്കണൊക്കെ എന്താന്ന്. ഇത് വേറൊരു കാറല്ല മോനെ. നീ വണ്ടിനോട് എന്തായാലും പറഞ്ഞു നോക്കിയേ. എടാ, എനിക്ക് വട്ടായെന്നല്ല, നോക്കി നോക്ക്. എന്തായാലും ഞാൻ പറയാ. കാറിനോടൊക്കെ എന്ത് പറയാനാ?
ആരപ്പ എന്നോട് ചോദിച്ചേ? അത് വേറെ ആരില്ലേ, കാർ തന്നെ. ഈ കാർ ഇന്നോടും ഉണ്ട്. അതാടാ, ഈ വണ്ടി ഒരു പ്രത്യേകതരം വണ്ടിയാണ്. നീ വന്ന് വണ്ടി കയറി. നമുക്കേ ഈ വണ്ടിയിൽ സിറ്റിയിലോട്ടൊന്ന് പോവാ. അത് ഞാൻ ഡ്രൈവ് ചെയ്യാണ്ട് തന്നെ ഈ വണ്ടി പോകും. അതെങ്ങനെ ഫ്രണ്ട്ലി കാക്ക? അതൊക്കെ ഉണ്ട്. ഈ വണ്ടി പോണ നീ കണ്ടോക്ക്. ഞാന് കൈ വിട്ടിട്ടിരിക്ക, നോക്കിയൊക്കെ വണ്ടി ഓട്ടോമാറ്റിക്കായി പോണത്. ഇതെങ്ങനെയാണ് ഫ്രണ്ട്ലി കാക്ക അതൊക്കെ? ഈ വണ്ടി ആരാ ഫ്രണ്ട്ലി കാക്ക തന്നത്? അതൊക്കെ ഉണ്ട് മോനെ, നീ വണ്ടി നോക്കിയേ. എടേ വണ്ടി വലിയ സീനായിട്ടുണ്ട്. നമുക്ക് നേരെ സിറ്റിയിലോട്ട് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. അത് നല്ലതാ. വരുമ്പോ ഞാൻ ഓടിക്കട്ടെ? ഓടിക്കാനൊന്നും ഇല്ലടാ. എന്നാലും വെറുതെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കട്ടെ. അവിടെ കയറുന്നോ? ഓടിക്കാനൊന്നും ഇല്ല. ഈ വണ്ടി ഓട്ടോമാറ്റിക്കായി വീട്ടിലോട്ട് വരും. കണ്ട, ഈ വണ്ടി ഇപ്പൊ ഓട്ടോമാറ്റിക്കായി സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ സിറ്റിയിലോട്ട് എന്നുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായി പോണത്. എന്റെ ഫ്രാങ്ക്ലിനൊക്കെ എന്ത് സ്പീഡാണിത്. ഫ്രാങ്ക്ലിനൊക്കെ പോലും പോകില്ല ഇത്ര സ്പീഡില്. അതല്ലടാ പറഞ്ഞു, ഈ വണ്ടി ഒരു റോബോട്ടാണ്. അതുകൊണ്ട് ഇതിനാട്ടും ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ് ഓടിക്കുക. നമുക്കെന്തായാലും സിറ്റിയിലോട്ട് പോവാ. വേഗം പോട്ടെ വണ്ടി. ചിഞ്ചാനെ വേഗം വാടാ, അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഈ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. അത് പിന്നെ ആർക്ക് വന്നാലും ഇത് എടുത്തുകൊണ്ടാവാൻ പറ്റില്ല. ഇത് കിടന്ന് അലാറം അടിക്കും. നമുക്കെന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. പാട ചിഞ്ചാനെ, ഇജ്ജ് വരുന്നില്ലേ? ഫ്രാങ്ക്ലിനൊക്കെ പോയി ഉറങ്ങിക്കോ. ഞാൻ അപ്പൊ വരാം. മൂത്രേ കിട്ടുന്നു. എന്നാ നീ വേഗം കയറി പോയട്ടാ, നായ്ക്കളൊക്കെ ഉള്ളതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഇന്നലെ എന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ഉറങ്ങാം. ഫ്രാങ്ക്ലിനൊക്കെ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങി മൈക്കിൾ മാമ. വേഗം പോയി വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് മുങ്ങാം. നീ വേഗം പോയി വണ്ടി ആയിരിക്കണതല്ലേ? അത് തന്നെ, വേഗം പോയി ഇരിക്കും. നമുക്ക് എന്നിട്ട് ഇവിടെ മൗണ്ട് ചില്ലാടിക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരാം. ആ ഫ്രാങ്ക്ലിനൊക്കെ വിളിച്ചാലൊന്നും വരില്ല. ആള് നാളെ പോവാ പറയും. എനിക്ക് എന്ത് തന്നെ പോണം. വണ്ടി എടുക്കട്ടെ ഞാൻ എന്തായാലും. എടാ എന്താണ് ചിങ്ങാനത് സൗണ്ടൊക്കെ? അയ്യോ ഫ്രാങ്ക്ലിനൊക്കെ എനിക്കിപ്പോ മാമ ഫ്രാങ്ക്ലിനൊക്കെ പറഞ്ഞിരുന്നു ആരും വന്ന് എടുത്തത് അലാറം അടിക്കുന്നു. എടാ പൊട്ടാന്ന് എനിക്കിത് ആദ്യം പറഞ്ഞുകൂടെ? ഞാൻ ഓടി രക്ഷപ്പെടട്ടെ.